ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി ഫോർ മൈൻഡ്. ഇന്ന് നമ്മൾ LED ഉപയോഗിച്ചൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമോ എന്നതാണ് ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും, LED വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ, അതിൽ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ ഈ വീഡിയോ ചെയ്യാനൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾ ഉപയോഗിക്കാറുള്ള DVD പ്ലെയറിലും കമ്പ്യൂട്ടറിലും ടോയ്സിലും ഒക്കെ കാണാറുള്ള DC മോട്ടോറിൽ നിന്നും ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എന്നാൽ ഇതറിയാത്തവരും കണ്ടോളൂ, DC മോട്ടോറിൽ നിന്നും തീർച്ചയായും ഇലക്ട്രിക് എനർജി കിട്ടും. AC മോട്ടോറിൽ ഇതുപോലെ സാധിക്കുന്നതല്ല. കാരണം DC മോട്ടോറിൽ പെർമനൻറ്റ് മാഗ്നറ്റും AC മോട്ടോറിൽ ടെമ്പററി മാഗ്നറ്റുമാണുള്ളത്. വൈദ്യുതിയുടെ സഹായം ഉണ്ടെങ്കിലേ AC മോട്ടോറിൽ മാഗ്നറ്റ് എനർജി ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കാറുള്ള ലൗഡ് സ്പീക്കറിൽ നിന്നും ഇലക്ട്രിക് എനർജി ലഭ്യമാകുമോ എന്ന് നിങ്ങൾക്കറിയാൻ സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ അതും സാധ്യമാണ്. സ്പീക്കറിൻ്റെ ഡയഫ്രത്തിൽ ഉണ്ടാക്കുന്ന കമ്പനം ഇലക്ട്രിക് എനർജിയായി ലഭിക്കുന്നതാണ്. എന്നാൽ അത് ആവർത്തിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. DC മോട്ടോറിലാണെങ്കിലും ലൗഡ് സ്പീക്കറിലാണെങ്കിലും അത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അതിനുമേൽ പ്രയോഗിച്ചപ്പോഴാണ് ഇലക്ട്രിക് എനർജി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ വെളിച്ചം തരുന്ന LEDകൾക്ക് ഇലക്ട്രിക് എനർജി ഉണ്ടാക്കാൻ സാധിക്കുമോ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ടെസ്റ്റിങ്ങിന് വേണ്ടി 4 LED എടുത്തിട്ടുണ്ട്. ആദ്യം ഓരോന്നായി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഗ്രീൻ LED ആണ്. മൾട്ടിമീറ്റർ ഇതിൻ്റെ റിസൾട്ട് എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം. മാക്സിമം ഒരു 0.7 വോൾട്ട് വരെ മൾട്ടിമീറ്റർ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്തതിൻ്റെ റിസൾട്ട് നോക്കാം. റെഡ് LED ടെസ്റ്റ് ചെയ്തപ്പോൾ 1.4 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അടുത്തതായി ബ്ലൂ LED ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. രണ്ട് വോൾട്ട് വരെ ബ്ലൂ LEDക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ യെല്ലോ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. 1.5 വോൾട്ടാണ് കിട്ടുന്നത്. ഇനി വോൾട്ടേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി സർക്യൂട്ടിൽ കാണുന്നത് പോലെ 2 ലൈനിൽ 1/1 ആയിട്ട് LEDകൾ ക്രമീകരിച്ചതിന് ശേഷം അതിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും 2 വയറുകൾ അറ്റാച്ച് ചെയ്യണം. ഇത് ചെയ്യുന്നതിനായി ഇതേപോലെ ഒരു PCB ആവശ്യമാണ്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള LED യെല്ലോ ആണ്, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ സർക്യൂട്ടിലെ ഓരോ LEDകളും ഓരോ സെല്ലുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സെല്ലിൽ 1.5 വോൾട്ട് ആകുമ്പോൾ 10 സെൽ ചേരുമ്പോൾ മിനിമം 10 വോൾട്ടെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 എണ്ണം വീതം 2 വരിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ലൈനും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വോൾട്ടേജ് എത്ര കിട്ടുമെന്ന് ടെസ്റ്റ് ചെയ്യാം. മുമ്പ് 1.5 വോൾട്ട് കിട്ടിയ സമയത്ത് ഇപ്പോൾ 20 LED വന്നപ്പോൾ വെറും 0.3 വോൾട്ട് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ തുടർന്നുള്ള വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ.